പാർട്ടി വിട്ട് ബി.ജെ.പിയിൽ ചേരുന്നതായി പ്രഖ്യാപിച്ച് രാഘവ് ചദ്ദ എം.പി. നൽകിയ ഉത്തരവാദിത്വം മികച്ച രീതിയിൽ പൂർത്തിയാക്കിയെന്ന് പറഞ്ഞ രാഘവ് ചദ്ദ അരവിന്ദ് കെജ്രിവാളിന് നന്ദി പറഞ്ഞതിനോടൊപ്പം രൂക്ഷമായ വിമർശനവും നടത്തി. അഴിമതിക്കെതിരെ പോരാടുമെന്ന വാഗ്ദാനം നൽകി ദില്ലിയിൽ അധികാരത്തിൽ വന്ന എ.എ.പി. സത്യസന്ധമായ രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നുപോയതായി അദ്ദേഹം ആരോപിച്ചു. തന്റെ ജീവിതത്തിലെ 15 വർഷം ആം ആദ്മി പാർട്ടിക്കായി സമർപ്പിച്ചു. ഇപ്പോൾ പാർട്ടി സത്യസന്ധമായ രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു. തെറ്റായ പാർട്ടിയിലെ ശരിയായ ആളാണ് താനെന്ന് അദ്ദേഹം പറഞ്ഞു. താൻ പാർട്ടിയിൽ നിന്ന് മാറി ജനങ്ങളുമായി കൂടുതൽ അടുക്കുകയാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. നേരത്തെ രാജ്യസഭയിലെ ഡെപ്യൂട്ടി ലീഡർ സ്ഥാനത്ത് നിന്ന് നീക്കിയതിനു പിന്നാലെ രാഘവ് ചദ്ദ എം.പി. എ.എ.പിയിൽ നിന്ന് അകന്നിരുന്നു. നിശബ്ദനാക്കപ്പെട്ടുവെങ്കിലും താൻ പരാജയപ്പെട്ടിട്ടില്ല എന്നായിരുന്നു അന്ന് രാഘവ് ചദ്ദയുടെ പ്രതികരണം. ജനങ്ങളുടെ പ്രശ്നങ്ങൾ എക്കാലത്തും പാർലമെന്റിൽ ഉയർത്തിയ നേതാവാണ് താനെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് തന്നെ ആം ആദ്മി നിശബ്ദനാക്കുന്നതെന്നും എക്സിൽ പങ്കുവെച്ച പ്രതികരണത്തിൽ ചദ്ദ അന്ന് ചോദിച്ചിരുന്നു. ആം ആദ്മി പാർട്ടിക്ക് വലിയ പ്രഹരം നൽകിക്കൊണ്ടാണ് 10 എംപിമാരിൽ 7 പേരും പാർട്ടി വിട്ട് ബി.ജെ.പിയിലേക്ക് പോകുന്നത്. തന്നോടൊപ്പം 6 എംപിമാർ കൂടി പാർട്ടി വിട്ട് ബി.ജെ.പിയിൽ ചേരുമെന്ന് രാഘവ് ചദ്ദ തന്നെയാണ് വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപനം നടത്തിയത്. പഞ്ചാബിൽ അടുത്ത വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ എ.എ.പിക്ക് കനത്ത തിരിച്ചടിയാണ് എംപിമാരുടെ ഈ അപ്രതീക്ഷിത നീക്കം. അശോക് മിത്തൽ, സന്ദീപ് പഥക് എന്നിവരും എ.എ.പി വിടുന്നതായി വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചിരുന്നു. സ്വാതി മാലിവാൾ, ഹർഭജൻ സിംഗ്, രാജീന്ദർ ഗുപ്ത, വിക്രം സാനി എന്നിവരും ബി.ജെ.പിക്കൊപ്പം ചേരുമെന്നാണ് രാഘവ് ചദ്ദ അവകാശപ്പെട്ടത്. അതേസമയം രാഘവ് ചദ്ദയ്ക്ക് ഓഫർ കിട്ടിയത് കേന്ദ്രമന്ത്രിസ്ഥാനമാണെന്ന് എ.എ.പി വൃത്തങ്ങൾ പ്രതികരിച്ചു. ഓപ്പറേഷൻ ലോട്ടസ് ആണ് നടന്നതെന്നും ഇതുവഴി ജനാധിപത്യത്തെ അട്ടിമറിക്കുകയാണ് ചെയ്യുന്നതെന്നും സഞ്ജയ് സിംഗ് പ്രതികരിച്ചു. പഞ്ചാബിലെ ജനങ്ങൾ ആ 7 പേർക്കും മാപ്പ് നൽകില്ല. പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പഞ്ചാബിലെ ജനങ്ങൾ മാപ്പ് നൽകില്ലെന്നും സഞ്ജയ് സിംഗ് വിമർശിച്ചു. ഭയമോ പ്രലോഭനമോ കാരണമാണ് ഇവർ പാർട്ടി വിട്ടതെന്നും എ.എ.പി നേതൃത്വം പ്രതികരിച്ചു. രാജ്യസഭയിലെ എ.എ.പി എംപിമാരുടെ 2/3 ഭാഗവും കൂടുമാറുന്നതിനാൽ അയോഗ്യതാ ഭീഷണി ഒഴിവാക്കി ബി.ജെ.പിയുമായി ലയിക്കാൻ അവർക്ക് കഴിയുമെന്ന് രാഘവ് ചദ്ദ അവകാശപ്പെട്ടു. ഇത് സംബന്ധിച്ച രേഖകൾ രാജ്യസഭാ ചെയർമാൻ സി.പി. രാധാകൃഷ്ണന് കൈമാറിയിട്ടുണ്ട്. നിലവിൽ 10 എംപിമാരുള്ള എ.എ.പിക്ക് ഇതോടെ പാർലമെന്റിലെ സ്വാധീനം വലിയ തോതിൽ കുറയും. രാഘവ് ചദ്ദയെ അടുത്തിടെ രാജ്യസഭയിലെ എ.എ.പി ഡെപ്യൂട്ടി ലീഡർ സ്ഥാനത്ത് നിന്ന് നീക്കിയിരുന്നു. പകരം അശോക് മിത്തലിനെ നിയമിച്ചത് പാർട്ടിക്കുള്ളിലെ ഭിന്നത രൂക്ഷമാക്കിയിരുന്നു. അതിനു പിന്നാലെയാണ് ഇത്തരം നടപടികൾ.